അസ്സലാമലൈക്കും. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, ടൂർ വീഡിയോ. ഞാനും ഒക്കെയും കൂടി ഒരു 1.5 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു ടൂറ് പോയി. വയനാട്ടിൽ തന്നെ അടുത്ത് തന്നെയാണ്, ബാണാസുര ഡാമിൽ ആണ് പോയത്. പടിഞ്ഞാറത്തറ എന്ന് പറയും, കൽപ്പറ്റ അടുത്ത് തന്നെ. പിന്നെ അതിൽ നിന്ന് കുറച്ച് സമയം വീഡിയോ ഒന്ന് പകർത്തിയതാണ്, എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം, അതിനെപ്പറ്റി പറയുകയും ചെയ്യാം. ടിക്കറ്റ് ഇവിടെ ആകെ 40 രൂപയാണ് കേട്ടോ. ഫസ്റ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി 40 രൂപ. പിന്നെ സിപ്പിലെല്ലാം കയറുന്നെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വേണം. അതൊരു നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കയറിയാൽ മതിയല്ലോ. എന്നെപ്പോലത്തെ ആൾക്കാർക്കൊന്നും അതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് കയറാൻ തുടങ്ങി. മേലോട്ട് കയറിയാണ് കാഴ്ചകളെല്ലാം കാണുന്നത്. ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ നടന്ന് കയറിയില്ല, കാരണം പിന്നെ കാലുവേദന കൂടണ്ട, അങ്ങോട്ട് സൈഡിൽ കൂടിയാണ് കയറിയത്. 7 സ്റ്റെപ്പ് വെച്ചൊരു 20 സ്ഥലത്തായിട്ട് സ്റ്റെപ്പ് മേലോട്ട് കയറാൻ വേണ്ടിയിട്ടൊരു 150 സ്റ്റെപ്പുകളുണ്ട്. അതാണ് ഇതിവിടെയുള്ള ഒരു കുറച്ച് ടൂറ് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഏകദേശം സ്ഥലത്തുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതാണ് കയറിയിട്ടില്ല പിന്നെന്ത് കാണാനാ. അങ്ങനെ പോയി മേലെത്താനായി ഞങ്ങൾ. എന്നിട്ട് ബാക്കി വീഡിയോയും കൂടി ഇതിൽ എടുത്ത് കാണിച്ചു തരാം. പിന്നെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറച്ച് സൈറ്റ് ഇതെടുത്ത് വെച്ചിട്ട് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. അവിടെ തന്നെ കൊടുത്താൽ പിന്നെ ഭയങ്കര സൗണ്ടുകളും ആളും അതങ്ങനെയെല്ലാം കൊണ്ട് വോയിസ് പറയാതെ തന്നെ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഷോർട്ട് ഇട്ടിരുന്നു കേട്ടോ, ഞങ്ങൾ പോയതിൻ്റെയൊക്കെ ഷോർട്ട് ഇട്ടിരുന്നു. അതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇനി മുതൽ ഏകദേശ ദിവസങ്ങളും വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇടയ്ക്ക് വേറെ പരിപാടികളിലുള്ളതുകൊണ്ട് വീഡിയോ നടക്കുന്നില്ല, അതാണ്. പിന്നെ സിപ്പ് ലൈനിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. രണ്ടൂന്ന് പേര് പോകുന്ന സമയത്തോളം ഞങ്ങളിവിടെ നിന്ന് കണ്ടിതാ ഒരാൾ പോകുന്നു. ഭയങ്കര സൗണ്ടിലല്ല കേട്ടോ, സൗണ്ട് ഒഴിവാക്കിയിട്ട് വോയിസ് വേറെ കൊടുക്കുന്നുണ്ട്, അതൊന്നും കേൾക്കാത്തത്. അങ്ങനെയാണ് പരിപാടികൾ. അതൊക്കെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഒന്ന് പോകണം. നമ്മളടുത്ത് തന്നെ എന്ന് വെച്ചാൽ ഒരു 1/4 മണിക്കൂർ കൊണ്ടെത്തുന്ന സ്ഥലമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഓരം കയറേണ്ടിയെല്ലാം കൊണ്ട് എപ്പോഴും പോകാൻ ആവൂല. മക്കൾ ചെറുപ്പത്തിലാണ് 2 പ്രാവശ്യം പോയതിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് പോകുന്നത്. നല്ല മേലേങ്ങ് കയറിയെത്തിയ നല്ല കാറ്റും വെളിച്ചവും നല്ല കാലാവസ്ഥയും നല്ലൊരു സുഖമാണ്. വെയിൽ ഉണ്ടെങ്കിലും വൈകുന്നേരം സമയമായിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ടൊരു വെയിലുണ്ടെങ്കിലും നല്ലൊരു കാലാവസ്ഥയായതുകൊണ്ട് തന്നെ സുഖമാണ്. മരങ്ങളല്ലേ കൂടുതലും. പിന്നെ മിക്കവാറും നമുക്ക് അങ്ങോട്ടൊക്കെ പോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് ചെറുതായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അങ്ങനെ ഊഞ്ഞാൽ എല്ലാവരും പല സ്ഥലത്ത്, കൂടുതലുള്ളത് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരല്ല കേട്ടോ, കൂടുതലുള്ളത് കർണാടക, തമിഴ്നാട് ആ ഭാഗത്തുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്, 90%. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കേരളത്തിൽ വെക്കേഷനാണ്, ചില ജില്ലകളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എന്തായാലും കാഴ്ചകൾ നല്ല രസമുണ്ട് കേട്ടോ. പാറ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബോട്ടിംഗ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയില്ല. ഞങ്ങൾ ആകെ ഒരു 1.5 മണിക്കൂർ സമയത്തേക്ക് വന്നതല്ലേ, അതുകൊണ്ട് ബോട്ടിലൊന്നും കയറിയില്ല. കൂടുതലും ഞങ്ങൾ മേലെ തന്നെ നിന്ന്. താഴെ പിന്നെ കുട്ടികളെ പാർക്കൊക്കെ ഉണ്ട്, അതൊന്നും ഞമ്മക്ക് പിന്നെ കുട്ടികളൊന്നും ഒന്നിച്ച് ചെറിയ കുട്ടികളൊന്നും മുള കുട്ടീനൊന്നും കൂട്ടാത്തതുകൊണ്ട് അതിലൊന്നും അങ്ങനെ നിൽക്കില്ല. എന്നാലും ഊഞ്ഞാലടിക്കട്ടെ, ഞങ്ങൾ 2 പേരും പോയിട്ട് മേലേന്ന് ഊഞ്ഞാലടിക്ക്, താഴേന്നും അടിക്ക്. ഇതാ സോളാറിൻ്റെ ഭാഗമാണിത്. ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല, കുറേ നടന്നിട്ട് ഇവിടെ തന്നെ എത്തി. റോഡ് കുറേ ദൂരം നടക്കാനുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 6:15 വരെ അവിടുത്തെ ടൈം. തിരിച്ചിറങ്ങി പോകുന്നു. ലാസ്റ്റ് അങ്ങനെ ഇറങ്ങിയതിന് ശേഷം കുട്ടികളെ പാർക്കിലൊന്ന് കയറി
എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ പകർത്തിയാണ്. പിന്നെ വേറെ എന്തൊക്കെയാ, എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. സൗണ്ട് വലിയ ക്ലിയറൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ടൂറ് ഒരു സമയം പോയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇനിയും ടൂറ് പോകണമെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങ് പുറത്തേക്ക് ഇറങ്ങി. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ എന്തായാലും നാളെ തന്നെ ഇടുന്നതായിരിക്കും.